കൊറേ സമയം അയച്ചു പോയിട്ട് കഴിച്ചിട്ട് വന്നാൽ മതിയായിരുന്നല്ലോ. ചേട്ടാ പോയിട്ട് കുറെ സമയമായോ? കൊറേ സമയമായോ പോയിട്ട്? ആ വെറുതെ പോയതാ? എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം ഞാനിവിടെ നിൽക്കുന്നത് സുഖേട്ടൻ്റെ ചായക്കടയാണ്. ഭയങ്കര ഫേമസ് ആയ ഒരു കടയാണ് സുഖേട്ടൻ്റെ ചായക്കട. വയനാട്ടിൽ എവിടെയാണ് കറക്റ്റ് സ്പോട്ട് പറ? വയനാട്ടിൽ ചേകാടി പുൽപ്പള്ളി ചേകാടി പോകുന്ന വഴിക്കാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് പാടങ്ങളും നെൽപ്പാടങ്ങൾ, വരുന്ന വഴിക്ക് നെൽപ്പാടങ്ങളും അങ്ങനെ ഒരുപാട് കാഴ്ചകളുണ്ട്. രാവിലെ വന്നു കഴിയുമ്പോൾ ഇഷ്ടംപോലെ, രാവിലെ വരുവാണെങ്കിൽ ഇങ്ങനെ കോട പറ പുൽപ്പള്ളി ചേകടയിൽ പറഞ്ഞ ഇടയ്ക്ക് എന്നെ കട്ട് പറഞ്ഞ് ഒഴിവാക്കി. അവന് പറയാൻ നാണം. അപ്പം ഞാൻ തന്നെ പറയാമെന്ന് വെച്ച് നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ ഉള്ളിലെ കാഴ്ചകളൊക്കെ. എന്താ പറയുക, അതിമനോഹരം. അതേ പറയാനുള്ളൂ. അതിമനോഹരം എന്ന് പറഞ്ഞാൽ അതിമനോഹരം. ഓല മേഞ്ഞ എന്താ കച്ചി മേഞ്ഞ പഴയ കാല നിർമ്മിതി. എനിക്ക് തോന്നുന്ന പുള്ളി ഓർമ്മ വെച്ച കാലം മുതൽ, പുള്ളി ചായക്കട തുടങ്ങി മുതലേ ഇങ്ങനെ തന്നെയാണെന്നാണ് പുള്ളി പറഞ്ഞത്. പുള്ളി ഇവിടെ ഇല്ല. അപ്പം ഞങ്ങളിവിടെ കയറി ഇരിക്കുമായിരുന്നു. പുള്ളി ടൗണിൽ പോയേക്കാന്ന് പറഞ്ഞു. ഇത് ചായ ഇരുന്ന് തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ ഇതിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളും പിന്നെ പുള്ളി വരുമ്പോൾ പുള്ളിയോട് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം കാര്യങ്ങളൊക്കെ. ഇവിടുന്ന് തന്നെ തുടങ്ങാം. ചായ തിളയ്ക്കുന്നുണ്ട്. ഒരേ തളയാണ്. മറ്റേ പഴയ മോഡലെ സമാവർ എന്ന് വെച്ചാൽ അത് സമാവറാണെന്ന് അറിയില്ല, ആ ഒരു രീതിയിലാണ്. ഇപ്പോൾ ചായ ഇരുന്നിങ്ങനെ തിളയ്ക്കുന്നുണ്ട്. ഇപ്പോൾ പുള്ളിക്കാരൻ ടൗണിലോട്ട് പോയോ. ഇതിൻ്റെ നിർമ്മിതികളൊക്കെ കാണുതാ. ചായപാത്രവും ചായ അടിക്കാനുള്ള സംഭവങ്ങളും സെറ്റപ്പ് കാണുക. വേറൊരു കാണിച്ചിട്ട് ഫുൾ പുകയടിച്ചിട്ട് കണ്ടോ, പുകയാണ്, മയമാണ് ഇവിടെ കണ്ടോ, നിങ്ങൾക്ക് കാണാം. അത് ഇവിടെ കണ്ടൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ ചായ കുടിക്കാൻ വരുന്നതിനേക്കാൾ കൂടുതൽ ഈ കട കാണാൻ വേണ്ടി വരുന്ന ആൾക്കാരാണ്. ഇപ്പം ഞങ്ങൾ ഉള്ളിലിരിക്കുമ്പോൾ തന്നെ കുറച്ച് പേര് വന്നു. കച്ചി കൊണ്ട് പൊതിഞ്ഞ മേൽക്കൂരയും കളിമണ്ണ് കൊണ്ട് മിനുസപ്പെടുത്തിയെടുത്ത ഭിത്തിയും പഴയകാല സ്മരണകളെ ഓർമ്മപ്പെടുത്തുന്നു. ഈ കാഴ്ച കാണാൻ വരുന്നവരിൽ മിക്കവരും പ്രായം കുറഞ്ഞവരാണ്. ഗ്യാസോ മറ്റ് ആധുനിക സൗകര്യങ്ങളോ ഒന്നുമില്ല. അടുപ്പിൽ തീ കത്തിച്ചിട്ടാണ് ഇപ്പോഴും ചായ ഉണ്ടാക്കി തരുന്നത്. ചേട്ടൻ്റെ പേരും ചായക്കടയുടെ പേരും സുഖേട്ടൻ തന്നെയാണ്. ചേച്ചി വന്നിട്ട് ഞങ്ങൾക്ക് ചായ എടുത്ത് തന്നു. കടികളൊക്കെ തീർന്നു പോയി എന്ന് പറഞ്ഞു. അവസാനം വന്നപ്പോൾ 2 പൂരി ഉണ്ടായിരുന്നു, ഒരു പഴംപൊരി ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ രണ്ടുപേരും കൂടി അവിടെ നിന്ന് തിന്ന് തീർത്തു. പൂരിക്ക് നല്ല കടലക്കറിയും ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ തുടങ്ങി തുറക്കും. ആ പണിക്ക് ആൾക്കാരൊക്കെ ഇറങ്ങുമ്പോഴത്തേക്കും സംഭവം തുറക്കും അല്ലേ? പാല് മേടിച്ചിട്ട് വരാൻ താമസം, അതുകൊണ്ട് അടുപ്പ് തന്നെ തീ കത്തിക്കല്? വേറെ ഗ്യാസ് സംഭവം സെറ്റപ്പ് ഒന്നുമില്ല? അതൊന്നുമില്ല. പിന്നെ അടുപ്പിൽ വിറക് വെച്ച് ചായയും പാലെല്ലാം കാച്ചി ഉണ്ടാക്കണം. ചേച്ചി ഞങ്ങൾക്ക് ചായ എടുത്ത് തന്നു. വലിയ ക്ലാസ്സിലാണ് ചായ ഇരുന്നത്. സാധാരണ ചായക്കടയിൽ ചെന്ന് കഴിഞ്ഞാൽ കുഞ്ഞി ക്ലാസ്സാണ് കിട്ടുക. അങ്ങനെ അവിടെ ബാക്കിയുണ്ടായിരുന്ന 2 പൂരിയും കടലക്കറിയും ഒരു പഴംപൊരിയും ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ തീർത്തു. ചേച്ചി നല്ല അടിപൊളിയായി ഫുഡൊക്കെ തന്നു. ഞങ്ങൾക്ക് ഇഷ്ടമായി. അതെല്ലാം കഴിച്ച് പതുക്കെ ഞങ്ങൾ ഇറങ്ങി. പോകുന്ന വഴിക്ക് ഒരുപാട് വഴിയോര കാഴ്ചകൾ കാണാം. ഞങ്ങളതെല്ലാം കണ്ട് പതുക്കെ മുന്നോട്ടേക്ക് പോയി. ചായക്കടയും സുഖേടനെയും കാണാൻ വന്നു. പക്ഷേ സുഖേടനെ മാത്രം കണ്ടില്ല. ഞങ്ങൾ വരുന്നത് വരെ എത്തിയിട്ടില്ലായിരുന്നു. അപ്പം മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി.